ധന്യ ശശി. ഞാൻ ചെങ്ങന്നൂർ വെൺമണിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2019 ഓഗസ്റ്റ് മാസത്തിലാണ്. അതും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്തെ തുടർന്നാണ് ആദ്യമായി ഞാനിവിടെ എത്തുന്നത്. എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഈ കൃപാസനത്തെ പറ്റി ഈ യൂട്യൂബിൽ നോക്കിയതിന് ശേഷം ഇങ്ങനെ കണ്ട് അമ്മയാണ് ആദ്യം വന്നത്. ആ സമയത്ത് ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കൂടെ നിൽക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. 5 മാസം മുതൽ ഡെലിവറി പെയിൻ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ മാതാവിനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണം എൻ്റെ അമ്മ, ഞാൻ ആദ്യമായിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ന് നേരം വരെ എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പെട്ടെന്നൊരു 1.5 മാസത്തെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് പെട്ടെന്ന് വയ്യാണ്ട് വരികയൊക്കെ ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് കുഞ്ഞിൻ്റെ നട്ടെല്ല് ഓപ്പറേഷൻ ചെയ്യണം, തല ഓപ്പറേഷൻ ചെയ്യണം എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്ത് അസുഖമാണെന്നോ എന്ത് കാര്യമാണെന്നോ ഒന്നും പറയുന്നില്ല. ഇത്രയും കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, പറയാൻ പറ്റൂ എന്നുള്ള ആ ഡോക്ടർ ആ ഒരു കാര്യം മാത്രമേ പറയണ്ടായിരുന്നുള്ളൂ. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് രാവിലെ 10 മണിയായപ്പോൾ ഡിസ്ചാർജ് തന്നു. പക്ഷേ ഡിസ്ചാർജ് തരുന്ന എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരുന്ന വൈകുന്നേരം 3 മണിക്ക്. അവിടുന്ന് നേരെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. പറഞ്ഞു ഈ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്നുള്ള ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, എന്നിട്ട് നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ അവിടുന്ന് നേരെ കൃപാസനത്തിലേക്കാണ് വന്നത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട്. അവിടുന്ന് വന്നു. അവിടെ ധ്യാനം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലിക്കോളാൻ പറഞ്ഞു. ചൊല്ലി ഒപ്പം തന്നെ പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല, ഒരു ഓപ്പറേഷൻ്റെയും കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവൻ മിടുക്കനാന്ന് പറഞ്ഞു. ആ വാക്ക് ഇന്നും ഫലവത്താണ്. എൻ്റെ കുഞ്ഞ് ഇപ്പം 4.25 വയസ്സായി. ഇതുവരെ അവനൊരു യാതൊരു പ്രോബ്ലവും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു. അന്നേരം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് തൈറോയിഡിൻ്റെ ഒരു മുഴ വന്നിട്ടുണ്ട്, തൊണ്ടയ്ക്ക് മുഴ വന്നിട്ടുണ്ടായിരുന്നു. അത് 3 ഹോസ്പിറ്റലിൽ കാണിച്ചു. ആദ്യം 2 കാണിച്ചപ്പോൾ പറഞ്ഞു 2ഉം ഓപ്പറേഷൻ ചെയ്യണം, ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണം, വെച്ചോണ്ടിരിക്കേണ്ട എന്ന് മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഹോസ്പിറ്റലിലൂടെ കാണിച്ചപ്പോൾ പറഞ്ഞു 6 മാസം മെഡിസിൻ കഴിക്കുക, മെഡിസിൻ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ നമ്മുടെ വെഞ്ചരിച്ച തൈലവും തേനും ഉപ്പും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. എനിക്ക് വെള്ളം പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തൊണ്ടയ്ക്കെന്ന്. അവസാനം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഡേറ്റ് എടുക്കാം, 2022 മാർച്ച് 14 ഡേറ്റ് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ബുക്ക് ചെയ്തു, ഓപ്പറേഷനായിട്ടുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു. മാർച്ച് 1-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ തൊണ്ടയിൽ അങ്ങനെ ഒരു മുഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് വെള്ളം കുടിക്കുന്നതിനോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. ഞാൻ നേരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ തൈറോയിഡിൻ്റെതായ യാതൊരു ലക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഈ തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഈ തൈറോയിഡിൻ്റെ ഇത് മാറിക്കിട്ടിയത്. അടുത്തതായിട്ട് എൻ്റെ ആങ്ങളുടെ വിവാഹമായിരുന്നു. ഒരു 7 വർഷമായിട്ട് ഇങ്ങനെ മാരേജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പുറത്താന്ന് പറഞ്ഞപ്പോൾ ചെറുക്കൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന എന്താ ഉറപ്പ്, നാട്ടിൽ വന്നു കഴിയുമ്പോൾ ചെറുക്കൻ ഇനി പോവുമോ, ജോലി ഉണ്ടോ, എന്താ കാര്യങ്ങളോ നമുക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുമായിരുന്നു. ഞാനിവിടെ നിയോഗം വെച്ചു. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ പറഞ്ഞു വെഞ്ചരിച്ച് കാശുരൂപം തന്നിട്ട് പറഞ്ഞു സഹോദരൻ്റെ കിടക്കുന്നതിൻ്റെ തലയിണയുടെ അടിയിൽ വെച്ചോളുകയെന്ന് പറഞ്ഞു. ഒന്നും പേടിക്കേണ്ട, എല്ലാം റെഡിയാകുമെന്ന് പറഞ്ഞു. 3 മാസത്തിനകം ആങ്ങളുടെ വിവാഹം നടന്നു. അടുത്തത് ഞാനൊരു 6 വർഷമായിട്ടൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം ഏവിയേഷൻ ഫീൽഡായിരുന്നു. ഏവിയേഷൻ കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞപ്പോൾ പിന്നെ പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് നാൾ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലി നോക്കി, വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് പറ്റുന്നില്ലാത്തതുകൊണ്ട് ജോലി നോക്കി തുടങ്ങി. 6 വർഷത്തെ ഗ്യാപ്പുണ്ട്. 6 വർഷത്തെ ഗ്യാപ്പിനുണ്ടെങ്കിൽ ഞാൻ ജോലി നോക്കി തുടങ്ങി. എല്ലാ ഇൻ്റർവ്യൂവിനും പോകും, എല്ലാം വിളിക്കാം, ശരി വിളിക്കാം എന്നുള്ള ഒറ്റ വാക്ക് മാത്രം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തന്നെ കോളേജ് വെച്ച് തന്നെയാണ് ഒരു ഇൻ്റർവ്യൂ വന്നു. എൻ്റെ അധികം കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം പറഞ്ഞു ഇൻ്റർവ്യൂ ഭയങ്കര ടഫാണ്, കിട്ടുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, ഉടമ്പടി തൈലം വെച്ച് കുരിശും വരച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി കാശ് രൂപം കൊണ്ടാണ് ഞാൻ ഹോളിലേക്ക് കയറുന്നത്. ഇൻ്റർവ്യൂ ഹോളിലേക്ക് കയറി എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് അമ്മേ ഇന്ന പോലെ വിളിക്കാമെന്ന് പറഞ്ഞു.
അമ്മ പറഞ്ഞു ഇപ്രാവശ്യം ജോലി കിട്ടുമോ അതോ വെറുതെ ആണോ വിളിക്കാമെന്ന് പറയുന്ന പോലെ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു. എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം എനിക്കൊരു കോള് വന്നു. ഫൈനൽ ഇൻ്റർവ്യൂ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ്, അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അവിടെയും ചെന്നു. അവിടെയും കുഴപ്പമില്ല. സാധാരണ ഇൻ്റർവ്യൂവിൽ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് വിറയ്ക്കുന്ന ഒരാളാണ്. ഇതുപോലല്ല, ഇതിലൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്ന ഒരാളാണ്. അവിടെ ചെന്ന് നല്ല കൂളായിട്ട് നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പോന്നു. പിറ്റേ ദിവസം കോള് വന്നു, അടുത്ത ദിവസം മുതൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതും എൻ്റെ ഈ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഈ ഒരു ജോലി കിട്ടാൻ തന്നെ കാരണം. പിന്നെ എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഈ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എക്സാം. അത് പാസ്സാകാൻ 3 മാസത്തിനകം പാസ്സാകണമെന്നായിരുന്നു. പക്ഷേ 3 മാസം പോയിട്ട് 1.25 വർഷം എടുത്തു ഞാനത് പാസ്സാകാനായിട്ട്. അത് ഞാൻ സാക്ഷ്യം പറയാഞ്ഞിട്ടായിരിക്കാം, എനിക്കറിയില്ല. എൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാനെല്ലാം പഠിച്ചു. ഓഫീസിൽ വെച്ച് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയറായിട്ട് എല്ലാം കിട്ടുന്നുണ്ട്, 100% മാർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ എക്സാം ഹോളിലോട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേനും ഫുൾ ബ്ലാങ്കോ, ഒന്നും അറിയില്ല. ഞാനിപ്രാവശ്യം ഈ ജനുവരി 31 എൻ്റെ ഫൈനൽ എക്സാം. എന്നോട് അവിടുന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു ഈ എക്സാം പാസ്സായില്ലെങ്കിൽ മോളെ ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും പഠിച്ചു, ഞാൻ ബിഗ് 0 നിൽക്കുക എന്ന് പറഞ്ഞു. എനിക്ക് ജസ്റ്റ് 50% മാർക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് അത്രയും മാത്രം, ജസ്റ്റ് പാസ് മാത്രം മതി. ഞാൻ എന്തായാലും എക്സാമിന് പോയി, അറ്റൻഡ് ചെയ്തു. കയറിയപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കാശ് രൂപം എടുത്തിട്ടാണ് ഞാൻ കയറിയത്. അവിടുന്ന് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാം. ഞാൻ വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും അല്ല വന്നേ. അതെല്ലാം കഴിഞ്ഞു. എക്സാം ഫൈനലൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഇരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ സബ്മിറ്റ് ചെയ്ത് കണ്ണടച്ചിരുന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തത്. കാരണം എനിക്ക് ഫെയിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഇനി ഇറങ്ങണോ, ജോലിക്ക് പോകണോ വേണ്ടായോ എന്നുള്ള ഇതായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എന്തായാലും എക്സാം ഫൈനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും 80% മാർക്കോടെ ഞാൻ പാസ്സായി. അതെൻ്റെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ പാസ്സായത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനത് പാസ്സാവാൻ പോകണില്ല. കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ അടുത്തുള്ളൊരു വൃദ്ധജന മന്ദിരമുണ്ട്, അവിടെ പോകാറുണ്ട്. അടുത്തുള്ള പ്രായമായ അമ്മമാരെ ശുശ്രൂഷിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുക. ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. രാവിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തന പത്രം മേടിച്ച് എല്ലാവരും ബസ് സ്റ്റാൻഡിലും അങ്ങനെയുള്ള എല്ലായിടത്തും ഞാൻ കൊണ്ടു കൊടുക്കും. ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം കൊണ്ടു നടന്നു കൊടുക്കും. ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു കൊണ്ടു കൊടുക്കാൻ. അവരാദ്യമൊക്കെ എങ്ങനെ പറയും എന്നുള്ളൊരു ഇതിൽ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആയപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഞാൻ ഇതൊന്നുകൂടി വിവരിച്ചു കൊടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ, എനിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയേക്കുന്നത്. യൂട്യൂബിൽ നോക്കാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയെ എനിക്ക് തന്നെ. അതിന് 1000 നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും ഈ ഒരു സാക്ഷ്യം പറയാൻ ഇത്രയും താമസിച്ചതിന് അമ്മയോടും തിരുക്കുമാരോടും ഞാൻ 1000 ക്ഷമയും പറയുന്നു.